കൊയിലാണ്ടിയിൽ കുറച്ചധികം കാലമായി ലഹരി മാഫിയ സംഘത്തിന്റെ ശല്യം രൂക്ഷമാണ്. ലഹരി മാഫിയക്കെതിരെ പോലീസ് നടപടി ശക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി കൊയിലാണ്ടിയിൽ കഞ്ചാവ് വിൽപ്പനക്കാരെ തെരഞ്ഞുപോയതായിരുന്നു പോലീസ്. എന്നാൽ പോലീസിന് നേരെ ആക്രമണമുണ്ടായി. SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. ഒരാളെ കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി മാഫിയ സംഘം ശക്തമായതോടെ കൊയിലാണ്ടിയിൽ കടുത്ത നടപടിക്കാണ് പോലീസ് മുതിരുന്നത്. കഞ്ചാവ് വിൽപ്പന കേന്ദ്രങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തി. രഹസ്യ വിവരത്തെ തുടർന്ന് ചിത്ര ടാക്കീസിന് സമീപം തിരച്ചിൽ നടത്തുന്നതിനിടെ ലഹരി വസ്തുക്കളുമായി യുവാവിനെ പോലീസ് പിടികൂടി. വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടെ ഇയാൾ പോലീസ് സംഘത്തെ ആക്രമിച്ചു. SI ജിതേഷ്, ഗ്രേഡ് SI അബ്ദുള്ള, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ കുമാർ, സിനുരാജ് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SIക്ക് കൈക്കും സിനുരാജിന് നെഞ്ചിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഗുരുദേവ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. പ്രതിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. കൊയിലാണ്ടിയിൽ ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയിട്ട് നാളുകളായി. അക്രമ സംഭവങ്ങളും പതിവാണ്. കഴിഞ്ഞ ദിവസം വനിതാ ASIയെ പരസ്യമായി മാപ്പ് പറയിച്ച സംഭവത്തിലും ലഹരി മാഫിയ സംഘത്തിന്റെ പങ്ക് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതിൽ ഉൾപ്പെട്ടവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. തുടർന്നാണ് ലഹരി മാഫിയക്കെതിരെയുള്ള നടപടി പോലീസ് ശക്തമാക്കിയത്.